നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമ. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം നടത്തണോ? ഇതൊരു സംശയമില്ല, ഇതൊരു പ്രാക്ടീസായി കഴിഞ്ഞു. ഇതൊരു പ്രാക്ടീസായി. രാവിലെ 7 മണിക്ക് ഗണപതി ഹോമത്തിന് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, അത് 5 മണിക്കല്ലേ നടത്തേണ്ടത്? എല്ലാവരുടെയും മനസ്സിൽ അത് കടന്നുകൂടി. ഇത് എവിടെ നിന്ന് വന്നു? ഒരു പിടിയുമില്ല. ഇതിന്റെ പ്രമാണം എന്ത്? ഒരു പിടിയില്ല. ആരോ ഒരാൾ എവിടെയോ തുടങ്ങി രാവിലെ 5 മണിക്ക് 4 മണിക്കൊക്കെ ഗണപതി ഹോമം കഴിക്കുവാൻ തുടങ്ങി. അതിനുശേഷം മേ ബി അദ്ദേഹം ശാന്തിപ്പണിക്കായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, ക്ഷേത്രത്തിലെ പൂജാരി ആവാം, എവിടെയെങ്കിലും തുടങ്ങിക്കാണും. അതിന്ന് നാം കൊണ്ട് നടക്കുകയാണ്. ഗണപതി ഹോമം 6 മണിക്ക് തുടങ്ങിയാലും 7 മണിക്ക് തുടങ്ങിയാലും യാതൊരുവിധ തെറ്റുമില്ല എന്ന് ഏവരും മനസ്സിലാക്കുക. ഇന്ന് മനസ്സിലൊക്കെ ഇങ്ങനെ അകത്ത് അടിഞ്ഞു കൂടി കിടക്കുകയാണ്. 5 മണിക്ക് ഗണപതി ഹോമം എവിടെ നിന്ന് വന്നു? ഒരു പിടിയില്ല. ഒന്ന് ചിന്തിക്കുക, കേരളത്തിലൊക്കെ സാമാന്യമായിട്ട് ഒരു 6 മണി അടുപ്പിച്ചൊക്കെയാണ് ഉദയം. 6, 6:30, 5:45 എന്നിങ്ങനെയൊക്കെയാണ്. ആസാമിലെ ഉദയം ഒന്ന് ചിന്തിക്കുക. ആസാമിലെ ഉദയം വെളുപ്പിനുള്ള ടൈം ചിന്തിക്കുക. അവിടെ എത്ര മണിക്കായിരിക്കും? പിന്നെ ഇതിനനുസരിച്ച് അവിടുത്തെ 5 മണി ചിന്തിക്കണോ, അല്ല അവിടുത്തെ 2 മണി ചിന്തിക്കണോ വെളുപ്പിന് എന്നിങ്ങനെ പല സംശയങ്ങളുണ്ടാവും. സൂര്യോദയം ഓരോ സ്ഥലത്തും ഓരോ സമയത്താണ് സൂര്യോദയം. അതിനനുസൃതമായിട്ടാണ് നമ്മുടെ ദിവസ ക്രമീകരണങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഗണപതി ഹോമം 5 മണിക്ക് കഴിക്കണം എന്നുള്ള നിബന്ധന, അതിൻ്റെ പ്രമാണം ലഭ്യമല്ല. ഇനി എനിക്ക് അറിഞ്ഞൂടാ എന്നും പറയാം. ഏതെങ്കിലും ടെക്സ്റ്റിൽ ഈ കേൾക്കുന്നവർ ആരെങ്കിലും എവിടെയെങ്കിലും പ്രമാണമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റിൽ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ പഠിക്കുന്നതായിരിക്കും. ഇവിടെ ഗണപതി ഹോമം ക്ഷേത്രങ്ങളിൽ 5 മണിക്ക് ചെയ്യുന്നുണ്ട്. വീടുകളിൽ പോകുമ്പോൾ അതൊരു 7 മണിക്കാവുന്നു, ഇല്ലെങ്കിൽ 8 മണിക്കാവുന്നു, 9 മണിക്കാവുന്നു. ഗണപതി ഹോമം യാതൊരുവിധ തെറ്റും ഇല്ല എന്ന് ഏവരും മനസ്സിലാക്കുക. കുറെ പേർ ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ സന്ദേശം ഏവരിലേക്കും എത്തിക്കുക. ഗണപതി ഹോമം 5 മണിക്ക് ചെയ്തില്ലെങ്കിൽ ഫലം ലഭിക്കൂലേ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ലഭിക്കും. ഗണപതി ഹോമം 6 മണിക്കും 7 മണിക്കും 8 മണിക്കും 9 മണിക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. രാവിലെ നമുക്ക് സൗകര്യമുള്ള സമയത്ത് സമാധാനപൂർവ്വം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഗണപതി ഹോമം ചെയ്യുവാൻ ആചാര്യൻ്റെ അടുത്ത് പറയുക. ആചാര്യന് സമയം അനുസരിച്ച് അദ്ദേഹവും വരും. 2 പേരുടെ സമയവും കൂടി ഒത്തുകൂടി വന്ന് ഒരുമിച്ചിരുന്ന് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നിങ്ങളും പ്രാർത്ഥിക്കുക. ആചാര്യനും ആ ഹോമം കഴിക്കട്ടെ. അതിൻ്റെ പൂർണ്ണഫലം ഏവർക്കും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.